ദേവസ്വം ബോർഡിനെയും വഖഫ് ബോർഡിനെയും തമ്മിൽ താരതമ്യം ചെയ്യരുത് എന്ന് ക്രിസ്ത്യൻ വിശ്വാസികളുടെ കൂട്ടായ്മയായ കാസ. ദേവസ്വം ബോർഡിനെയും വഖഫ് ബോർഡിനെയും താരതമ്യം ചെയ്ത ചില ക്രിസ്ത്യൻ വൈദികർക്കുള്ള മറുപടി എന്നോണമാണ് കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദേവസ്വം ബോർഡ് മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും സ്വത്ത് കവർന്നെടുക്കാൻ പോകുന്നില്ല. ഇനി അവരുടെ സ്വത്ത് ഭാഗങ്ങളിൽ ആരെങ്കിലും കയ്യേറിയിട്ടുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പോലും ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് കോടതികളിലാണ് തീരുമാനിക്കുന്നത്. ആ നിർദോഷിയായ ദേവസ്വം ബോർഡ് അല്ല വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് ഒരു വിഷസർപ്പമായിരുന്നു. അതിന്റെ വിഷപ്പല്ലുകൾ കേന്ദ്ര സർക്കാർ പിഴുതെടുത്തു. അത് ഈ രാജ്യത്തിന്റെ ആവശ്യമായിരുന്നു. വഖഫ് ബോർഡ് കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത് ഭൂരിഭാഗം ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും ഉൾപ്പെടെയുള്ള മറ്റു മതസ്ഥരുടെ സ്വത്തുവകകളാണ്. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിനുള്ളിൽ നിഷ്പക്ഷരായ അന്യമതസ്ഥർ ആവശ്യമാണ്. ആ ആവശ്യത്തെ മതസ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിന് ഗുണകരമാകില്ല എന്നാണ് കാസയുടെ കുറിപ്പ്. ഇതിനോടൊപ്പം കാസ പ്രസിഡന്റ് കെവിൻ പീറ്റർ ഈ വിഷയം വിശദീകരിക്കുന്ന ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമായ ഒരു വിലയിരുത്തലാണ് കാസയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനസ്സിലാക്കേണ്ടത്. എന്താണ് ദേവസ്വം ബോർഡ്, എന്താണ് വഖഫ് ബോർഡ്, എന്തിനാണ് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ എന്ന ചോദ്യത്തിനുള്ള വളരെ കൃത്യമായ മറുപടി. ദേവസ്വം ബോർഡിൽ അങ്ങനെ മുസ്ലിങ്ങൾ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നവർക്കും ഈ മറുപടി കേട്ടാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് വഖഫ് ബോർഡിൽ മാത്രം അമുസ്ലിങ്ങളെ കൊണ്ടുവരുന്നത്, നിഷ്പക്ഷരായ അമുസ്ലിങ്ങളെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത എന്നത്. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് മൗലാന അർഷദ് മദനിയുടെ ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ കവരുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. വഖഫ് നിയമം ഭരണഘടനയുടെ 14, 15, 25, 26, 300A അനുച്ഛേദനങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ PS സുൽഫിക്കർ അലി മുഖേനയാണ് സമസ്തയുടെ ഹർജി. നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് പ്രത്യേക അപേക്ഷയും സമസ്ത സമർപ്പിച്ചിട്ടുണ്ട്. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും വാദം കേൾക്കണമെന്നും ഉള്ള ആവശ്യം ഉന്നയിച്ച് മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മുമ്പാകെ അടുത്ത ദിവസം സമസ്തയ്ക്ക് വേണ്ടി ഹാജരാകും. വസ്തുവകകൾ സർക്കാർ സ്വത്തുക്കളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള 35 ഭേദഗതികളാണ് നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് സമസ്ത ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഭേദഗതി വഖഫിന്റെ മതസ്വഭാവം ഇല്ലാതാക്കുന്നതും ഒരു മതവിഭാഗത്തിന് സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 പ്രകാരം നൽകിയിട്ടുള്ള അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റവുമാണ്. സംസ്ഥാന വഖഫ് ബോർഡുകളുടെ അവകാശങ്ങളിൽ കടന്നുകയറുകയും അവയുടെ നിയന്ത്രണങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത് ഫെഡറൽ തത്വങ്ങളെയും ലംഘിക്കുന്നു. 1995 നിയമത്തിലെ സെക്ഷൻ 3(6) നൽകിയിരിക്കുന്ന വഖഫ് എന്നതിന്റെ നിർവചനത്തിലെ ഭേദഗതിയും പുതുതായി ചേർത്ത സെക്ഷൻ 3E 7(1) വകുപ്പും നിലവിലെ വഖഫ് സ്വത്തുക്കളെ ഗുരുതരമായി ബാധിക്കും. വഖഫ് ബൈ യൂസർ വ്യവസ്ഥ ഇല്ലാതാക്കിയത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുകയും സുപ്രധാന വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടാൻ ഇടയാക്കുകയും ചെയ്യും. ഒരിക്കൽ വഖഫ് ചെയ്തത് എപ്പോഴും വഖഫ് ആയിരിക്കും. മുസ്ലിം നിയമശാസ്ത്രം അനുസരിച്ച് വഖഫ് വാക്കാലോ ആധാരത്തിലൂടെയോ ഉപയോക്താവിൽ നിന്ന് സൃഷ്ടിക്കാൻ സാധിക്കും. ഒരു ഭൂമിയോ സ്വത്തോ വളരെ കാലമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ മതപരമോ ഭക്തിപരമോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ അത്തരം സ്വത്തോ ഭൂമിയോ ഉപയോക്താവിൽ നിന്ന് വഖഫ് ആയി മാറുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലവിൽ വന്നതിനാൽ ഇന്ത്യയിലെ വഖഫ് സ്ഥാപനങ്ങൾക്ക് വഖഫ് ആധാരമില്ല. അതിനാൽ രേഖയുടെ അടിസ്ഥാനത്തിൽ വഖഫ് സ്വത്തുക്കൾ നിർണ്ണയിക്കപ്പെടുന്നത് സ്വകാര്യ സ്വത്തോ സർക്കാർ സ്വത്തോ ആണ് എന്ന് അവകാശപ്പെടാനിടയാകും. വഖഫ് കൗൺസിലും ബോർഡുകളിലും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്ന് തന്നെയാണ് സമസ്തയുടെ വാദം. വഖഫ് തർക്കങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് നിക്ഷിപ്തമാക്കുന്നത് സർക്കാർ തന്നെ വാദിയും ജഡ്ജിയുമാകുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും സമസ്ത ചൂണ്ടിക്കാട്ടുന്നു. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധവും മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ കവരുന്നത് ആണ് എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി ഹാജരാകുക മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ആയിരിക്കും. ന്യൂസ് ഡെസ്ക് കർമാനസ്.